ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലവട്ടം പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ഹൈറിച്ചിന്റെ കാര്യങ്ങളിൽ. ഹൈറിച്ചിന്റെ ന്യായീകരണവാദികൾ, പാവങ്ങളുടെ കഫം തിന്ന നായ്ക്കള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പണ്ട് പറഞ്ഞത്. നമുക്കറിയാം 2000 മുതലാണ് കേരളത്തെ ഈ മണി ചെയിൻ ക്യാൻസർ വിഴുങ്ങാൻ തുടങ്ങിയിരിക്കുന്നത്. ആട്, തേക്ക്, മാഞ്ചിയം അങ്ങ് തുടങ്ങി ഇന്ന് ഹൈറിച്ച് വരെ എത്തിയിരിക്കുകയാണ്. ആട്, തേക്ക്, മാഞ്ചിയത്തിൻ്റെ കൂടെ പോലീസ് അടക്കം പറയുന്ന കാര്യമാണ് ഹൈറിച്ച് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഉളുപ്പുമില്ലാതെ പണ്ട് എളമരം കരീമെന്ന ട്രേഡ് യൂണിയൻ നേതാവ്, ട്രേഡ് യൂണിയന് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയും സംസാരിക്കുന്ന ഒരാള്. നമുക്കറിയാം, എളമരം കരീം എന്ന് പറയുന്നത് പണ്ട് മുതൽക്കുള്ള ട്രേഡ് യൂണിയൻ നേതാവാണ്. അദ്ദേഹത്തിന് എന്ത് തരത്തില് ഇനിയിപ്പോൾ കളവ് ഒരു ട്രേഡ് ആണെങ്കിൽ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും അതിൻ്റെ അസോസിയേഷൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ആകാൻ ചിലപ്പോൾ അയാൾ തയ്യാറാവും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണി ചെയിൻ്റെ ഒക്കെ ട്രേഡ് യൂണിയനുകളുടെയൊക്കെ വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കവലപ്രസംഗമാണ് അദ്ദേഹം നിയമസഭയിൽ വെച്ച് നടത്തിയിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 2024 ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ ഉണ്ടായിരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഹൈറിച്ച് 3100 കോടി രൂപയുടെ തട്ടിപ്പാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. തട്ടിപ്പ് എന്നുള്ള വാക്കാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. തട്ടിപ്പ് നടത്തിയ കമ്പനിയാണ്, അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്, CBIയുടെ അന്വേഷണത്തിന് വേണ്ടി ശുപാർശ കൊടുത്തിട്ടുണ്ട്, എത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ല ന്യായീകരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മളൊക്കെ ഇത് മതിയായി കഴിഞ്ഞാലും നമ്മളെയൊക്കെ കുത്തിക്കൊണ്ടുവന്ന് നമ്മളെയൊക്കെ പറയിപ്പിക്കുകയാണ് ഇവര്. അതിലൊക്കെ സങ്കടം എന്ന് പറയുന്നത് ബെൻസ് വാങ്ങിയ ഒരാളാണ്. അപ്പോൾ എങ്ങോട്ടായിരിക്കും കൂറ് എന്ന് അറിയാലോ. അവർ പറയുന്നത് ഒരുപാട് പൈസ നഷ്ടമാണ് എന്നെങ്കില, പക്ഷേങ്കിൽ അവരൊരു ബെൻസ് വാങ്ങിയ ഒരാളാണ്. ആ ഒരാളാണ് ഇത്തരത്തിലുള്ള ന്യായീകരണമായിട്ട് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാരുടെ കഫം തിന്ന അവർ പറയുന്ന അതേ ന്യായീകരണം പറഞ്ഞു നടക്കുന്നത്. സങ്കടം എന്നല്ലാതെ എന്താണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയൊരു കവലപ്രസംഗം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിരുന്നോ എന്ന് നോക്കുക. അദ്ദേഹത്തിന് ആ കവലപ്രസംഗം കൊണ്ട് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹം കഴിവുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് ഉള്ള സർട്ടിഫിക്കറ്റാണ് ആ ഒരു കാര്യങ്ങൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഈ കവലപ്രസംഗം കൊണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ മനസ്സിലാക്കുക, ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ എന്തുകൊണ്ട് പ്രതാപൻ ചെയ്തിരിക്കുന്ന ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? അതുപോലെ തന്നെ അദ്ദേഹം ജയിലിൽ കിടന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്നില്ല? അദ്ദേഹത്തിന് പാവങ്ങളെ പറ്റിച്ച ആൾക്കാർ ഇപ്പോഴും കേസുമായി നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ എന്താ അന്വേഷിക്കുന്നില്ല? അപ്പോൾ അദ്ദേഹത്തിന് ഇതുവരെ 20ലധികം കേസുകൾ, വ്യത്യസ്ത ആൾക്കാർ കൊടുത്ത കേസുകൾ നിലവിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അദ്ദേഹം കഴിഞ്ഞ 6 മാസമായിട്ട് EDയുടെ കേസിൽ ജയിലിൽ കിടക്കുകയാണ്. അവർക്ക് വേണ്ടിയാണ് ന്യായീകരിക്കുന്നത്, ഉളുപ്പില്ലാതെ, ലവലേശം ഉളുപ്പില്ലാതെ. ബൈ.